ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ ഈ ദത്തുപുത്ര സമ്പ്രദായത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ കുറേ അനിവാര്യമായ ചരിത്രങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോഴാണ് നമുക്ക് ഈ ആയത്തുകളുടെ വിഷയങ്ങളും വിധികളും മനസ്സിലാക്കാനാവുള്ളൂ. ഒപ്പം നമ്മുടെ ദീനിൻ്റെ മഹത്വവും എന്തുകൊണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇസ്ലാമിനെതിരിൽ വരുന്ന ഈ ശത്രുക്കളുടെ ദുരാരോപണങ്ങളും ദുരാരോപണങ്ങളാണെന്ന് വിധിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ പറഞ്ഞ് ദത്തുപുത്ര സമ്പ്രദായം ഉണ്ടായിരുന്നു. അതാണ് ദഈ എന്നതുകൊണ്ട് ഉദ്ദേശം ദത്തുപുത്രൻ. ദഈയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബഹുവചനം ദത്തുപുത്രന്മാർ. പിന്നെ ലഹീഖ് അല്ലെങ്കിൽ മുസ്തൽഹഖ് എന്ന് പറഞ്ഞ ഒരു വകുപ്പ്. രണ്ടിനും വേറെ വേറെ ഹുക്കുമുകളാണ്. അതിൽ നമ്മൾ ഇവിടെ ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ആയത്തിൻ്റെ സ്വാധീനമുണ്ടായ, അതേപോലെ തന്നെ ആയത്ത് കൈകാര്യം ചെയ്ത വ്യക്തിത്വങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒന്ന് സെയ്ദ് ബിൻ ഹാരിസ. ഇൻഷാല്ലാ ഇദ്ദേഹം നമുക്ക് ഇൻഷാല്ലാ വിശദമായിട്ട് ഇനിയും വരുന്നതാണ്, എന്ന് പിന്നീട് പറയാം. മറ്റൊന്ന് സാലിം, പിന്നൊന്ന് ആമിർ ഇബ്നു റബിയ, പിന്നൊന്ന് അൽ മിഖ്ദാദ്. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് 4 ദത്തുപുത്രന്മാർ സജീവമായിട്ടുണ്ടായിരുന്നു, 4 പേർ. ഈ ദത്തുപുത്രൻ ആരിലേക്ക് ചേർത്താണ്? സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സെയ്ദ് ബിൻ ഹാരിസ ഇബ്നു ഷറാഹിലായിരുന്നു അസൽ. പക്ഷേ സെയ്ദ് ബിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദത്തുപുത്രൻ സെയ്ദ്. ഇത് സാലിം ഇബ്നു അബി ഹുദൈഫൻ, അബു ഹുദൈഫൻ്റെ മകൻ സാലിം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇത് ആമിർ ഇബ്നു റബിയയാണ്. അദ്ദേഹം ആമിർ ഇബ്നുൽ ഖത്താബ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. ഖത്താബിൻ്റെ മകൻ ആമിർ. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന പോലെ ഖത്താബിൻ്റെ മകൻ ഉമർ, സെയ്ദ് ബിനുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകൻ സെയ്ദ്. അതേപോലെ ആമിർ ഇബ്നുൽ ഖത്താബ്. പിന്നെ അൽ മിഖ്ദാദ് ബിൻ അംറാണ്, അൽ കിന്ദിയാണ് അദ്ദേഹം. അസൽ അദ്ദേഹം ഖഹ്താനിയാണ്. ആമിർ ഇബ്നു അംർ അൽ കിന്ദി അൽ ഖഹ്താനിയാണ്. പക്ഷേ അദ്ദേഹം അറിയപ്പെട്ടത് ആമിർ ഇബ്നുൽ അസ്വദ് ഇബ്ൻ അബ്ദുൽ ഉസ്സ. അത് ഖഹ്താനിയല്ല, അത് അദ്നാനിയാണ്. അൽ മിഖ്ദാദ് ബിൻ അംർ അൽ കിന്ദി, പിന്നെ അൽ മിഖ്ദാദ് ബിൻ അംർ ഇബ്നു സഅലബ അൽ കിന്ദി, യമൻ, കിന്ദൊക്കെ യമൻ. പക്ഷെ അദ്ദേഹം അൽ മിഖ്ദാദ് ബിനു പിന്നെ അൽ അസ്വദ് ഇബ്ൻ അബ്ദുൽ ഉസ്സ അസ്സുഹ്രി, റസൂലുള്ളാഹിന്റെ ഉമ്മാൻ്റെ കുടുംബമാണ് സൂറ, ബനു സൂറ. അതിൽ ചേർത്തിട്ടാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വിഷയം ഇസ്ലാമിൽ അഹ്കാമുൽ ബുനുവ ഉണ്ട്. അഹ്കാമുൽ ബുനുവ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ബുനുവ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉബുവ എന്ന് പറഞ്ഞാൽ പിതൃത്വം, അതിന് ഉബുവ എന്ന് പറയും. ഉമൂമ എന്ന് പറഞ്ഞാൽ മാതൃത്വം. മനസ്സിലല്ലേ? ബുനുവ എന്ന് പറഞ്ഞാൽ മക്കളുമായിട്ടുള്ള ബന്ധം. അഹ്കാമുൽ ബുനുവ, ബുനുവത്തിൻ്റെ ഹുക്കുമുകൾ എന്ന് പറയും. മക്കളാണ് എങ്കിൽ ആ മക്കളായിട്ടുള്ള ബന്ധം എന്താ? ഒന്ന്, മക്കൾക്ക് വാപ്പാരിൽ നിന്ന് എന്തുണ്ട്? ഇർസുണ്ട്, അനന്തര സ്വത്ത്. പിന്നെ ബുനുവയുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ തഹ്രീമുൽ ഖറാബ ഉണ്ട്. തഹ്രീമുൽ ഖറാബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ബന്ധുക്കളോട് പല വിഷയങ്ങളൊന്നുണ്ട്. അടുത്ത ബന്ധുക്കളാണെങ്കിലും പിന്നെ അവരെ കല്യാണം കഴിക്കുന്ന വിഷയം, അതേപോലെ തന്നെ മഹ്റമാകുന്ന വിഷയമൊക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ തഹ്രീമുൽ സിഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈവാഹിക ബന്ധം. മകളും വാപ്പിയാണ് എങ്കിൽ വിവാഹബന്ധം പാടില്ലല്ലോ. അതാണ് തഹ്രീം സിഹർ, വിവാഹബന്ധം പാടില്ല. അതേപോലെ തന്നെ തഹ്രീമുൽ ഖറാബ ആകുമ്പോൾ അതേപോലെ തന്നെ വിവാഹബന്ധം പാടില്ലാത്ത വിഷയങ്ങളുണ്ട്. അതേപോലെ തന്നെ പിന്നെ മഹ്റമാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇർസ്, അനന്തരാവകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ മകൻ അനന്തരം കിട്ടൂലേ, മകൻ മരിച്ച വാപ്പാക്ക് അനന്തരം കിട്ടൂലേ. ഇതൊക്കെയും ഇവിടെ ഉണ്ടായിനി. ഇത് ആരാൻ്റെ മക്കളാണ്, ഇത് ആരാൻ്റെ മക്കളാണ്. പക്ഷേ സ്വന്തം മകനായി ദത്തുപുത്രനായി സ്വീകരിച്ചിട്ട് ഈ അഹ്കാമുൽ ബുനുവ, മക്കൾ ആണ് എന്ന നിലക്കുള്ള ഹുക്കുമുകളൊക്കെ അവർക്ക് ബാധകാക്കിയിരുന്നു, അനന്തരം കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഈ ഖറാബത്ത്,
ഉണ്ടല്ലോ, അത് വകവെച്ചിരുന്നു. സിഹിറിൻ്റെ ഹുക്കുമുകൾ, വൈവാഹിക ബന്ധത്തിൻ്റെ ഹുക്കുമുകൾ അതും വകവെച്ചിരുന്നു. അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ മക്കളായി കൊണ്ടുനടന്നിരുന്നു ഇവരെ. പൂർണ്ണ അർത്ഥത്തിൽ മക്കളായിട്ട് കൊണ്ടുനടന്നിരുന്നു. സ്വന്തം ബീജത്തിൽ പിറന്ന ഒരു മകൻ എന്ന നിലക്കുള്ള പരിഗണന അത് കൊടുത്തിരുന്നു. വാപ്പിയും കൊടുത്തിരുന്നു, ഉമ്മയും കൊടുത്തിരുന്നു. ഇസ്ലാമിൽ ഒരാൾ മകനാകാൻ എന്താ വേണ്ടത്? ഇന്നയാളുടെ മകനാകാൻ എന്താ ഇസ്ലാമിൽ വേണ്ടത് ശർഈയായിട്ട്? വൈവാഹിക ബന്ധത്തിന് അപ്പുറം പിന്നെ ഒരാളുടെ ബീജം അല്ലേ, അപ്പുറത്ത് വൈവാഹിക ബന്ധത്തിനപ്പുറം ഒരു സ്ത്രീയുടെ ഗർഭപാത്രം, ബീജം വേണം, ഗർഭപാത്രം വേണം, അണ്ഡം വേണം അല്ലേ, വിവാഹബന്ധം നടക്കണം അല്ലേ. വിവാഹബന്ധത്തിനപ്പുറം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ ഭർത്താവിൻ്റെ ശുക്ലാണുവും ഭാര്യയുടെ അണ്ഡവും ഗർഭപാത്രവും അല്ലേ, ഇതുണ്ടായാലാണ് എന്ത് ചെയ്യുക, പിന്നെ ശർഈയായിട്ടുള്ളൊരു മകനാകുക, ശർഈയായിട്ടുള്ളൊരു മകനാകുക. ആ മകനെയാണ് അല്ലെങ്കിൽ ആ മകൾക്കാണ് എന്ത് ഇത് മൂന്നും, ഈ മൂന്നിൻ്റെ ഹുക്കുമുകൾ അനന്തരം കൊടുക്കും. അതേപോലെ തന്നെ ഖറാബത്തിൻ്റെ ആ തഹ്രീം, അതേപോലെ വൈവാഹിക ബന്ധത്തിൻ്റെ ആ തഹ്രീം ഇത് നിലനിൽക്കുക. ഇതൊക്കെ ആർക്ക് കൊടുത്തിരുന്നു? ഇവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെ വേറെ കുറേ ആളുകൾ കിട്ടും മക്കയിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലും സഹാബികളുടെ അടുക്കലും ഈ 4 പേര് പ്രസിദ്ധരായിരുന്നു. 4 പേരും ഇവർ 4 പേരും ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരാണ്. മിനസ്സാബിഖീൻ അൽ അവ്വലീൻ, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നു. സെയ്ദ് ബിൻ ഹാരിസ, മൗലമാരിൽ ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്ന സെയ്ദാണ്. അതേപോലെ സാലിം മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫൻ്റെ മൗല. ശരിക്കും ഇത് അബൂ ഹുദൈഫൻ്റെ മൗല അല്ല ഈ സാലിം, ഇദ്ദേഹം മദീനക്കാരനാണ്. അൻസാരിയായ ഒരു സ്ത്രീയുടെ മൗലയായിരുന്നു സാലിം. സെയ്ദിനെ കുറിച്ച് നമുക്ക് പിന്നെ കുറേ പറയാണ്ട്, നമുക്ക് പിന്നെ പറയാമെന്ന്. അൻസാരിയായ ഒരു സ്ത്രീയുടെ മൗലയായിരുന്നു സാലിം. സാലിം അസ്ലം മദീനക്കാരനേ അല്ല, ഒരു പുറം നാട്ടുകാരനായിരുന്നു. പക്ഷേ അൻസാരി സ്ത്രീയുടെ അടുക്കൽ അന്ന് സാലിം എത്തി. എന്നിട്ട് ആ മഹദിയുടെ മൗലയായിരുന്നു സാലിം. ആ മഹദി ആർക്ക് കൊടുത്തതാണ്? അബൂ ഹുദൈഫ. അബൂ ഹുദൈഫ മക്കക്കാരനാണ്, മുഹാജിറാണ്. അബൂ ഹുദൈഫ ഹിജറ വന്നപ്പോൾ ഈ സ്ത്രീ നൽകിയതാണ് സാലിമിനാർക്ക്, അബൂ ഹുദൈഫക്ക്. അങ്ങനെ സാലിം ഇബ്നു അബി ഹുദൈഫയാണ്. അബൂ ഹുദൈഫ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ദത്തുപുത്രനായി സ്വീകരിച്ചു. ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയായിട്ട് കിട്ടിയാണ്. അപ്പോൾ ദത്തുപുത്രനായിട്ട് എന്ത് ചെയ്തു? അബൂ ഹുദൈഫ സ്വീകരിച്ചു. അബൂ ഹുദൈഫൻ്റെ ഭാര്യ സഹല ബിന്ദു സുഹൈൽ അൽ ആമിരിയ അൽ ഖുറഷിയ, ഒരു ഖുറഷിയത്താണ്, ആമിരിയത്താണ്. പിന്നെ മടിയിലിട്ട് വളർത്തിയതാണ് ആരെ? അബൂ ഹുദൈഫൻ്റെ ഭാര്യ സഹല ബിന്ദു സുഹൈൽ. അവരുടെ മടിയിൽ വളർത്തിയ കുട്ടിയാണ് ആര്? ഈ സാലിം. ഭയങ്കര ചരിത്രമാണ് ഈ സാലിം എന്നവർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശ നിസ്കരിച്ച് വീട്ടിൽ നിന്ന് കയറിയെന്ന്. ആയിഷ റളിയല്ലാഹു തആല തന്നെ ഇശ നിസ്കരിച്ചിട്ട് വരാൻ വൈകി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കണം, ആയിഷ എന്തേ വൈകിയത്? അപ്പോൾ ആയിഷ പറയുന്നത്, റസൂലെ മസ്ജിദിൽ ഞാനൊരു ഖിറാഅത്ത് കേട്ട് ഓത്ത്, അപ്പോൾ അതിൻ്റെ ആ സൗന്ദര്യത്തിൽ ഞാൻ കേട്ടുപോയി, നിന്നുപോയി, അതാണ് വൈകിയത്. അപ്പോൾ റസൂലുള്ള വേഗം അത് കേൾക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ സാലിം ഓതിക്കൊണ്ടിരിക്കണം, സാലിമാണ് ഓതുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ ജഅലക ഫീ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ താങ്കളെ നിശ്ചയിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറയണം. അത്ര സുന്ദരമായി ഓതുന്ന മഹാനായിരുന്നു സാലിം റളിയല്ലാഹു തആല അൻഹു. സാലിമിൻ്റെ ആദ്യകാലത്ത് വാപ്പയായിരുന്ന, പിന്നീട് മൗലയായ ഹുദൈഫ, അബൂ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു മുസൈലിമത്തുൽ കദ്ദാബിനെതിരിൽ യമാമ യുദ്ധത്തിൽ പങ്കെടുത്തു. അബൂ ഹുദൈഫയും സാലിമും രണ്ടാളും യമാമ യുദ്ധത്തിൽ പങ്കെടുത്തു. അങ്ങനെ യമാമ യുദ്ധത്തിൻ്റെ സങ്കീർണത ഉണ്ടല്ലോ, അത് മൂർജിച്ച് നിൽക്കെ മുസ്ലിമീങ്ങളിൽ ചിലർക്ക് ചില ഇടർച്ച ഉണ്ടായി. അപ്പോൾ സാലിം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഞങ്ങൾ ശത്രു ഇങ്ങനെ വിജയം നേടുന്ന രീതിയിൽ ശത്രു പെരുമാറുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയായിരുന്നില്ല യുദ്ധം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു മുഹാജിറുകളുടെ പതാക. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കുഴി കുത്തി. എന്നിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങി നിന്ന്, എന്നിട്ട് എന്ത് ചെയ്തു? പതാക വീഴാതെ അതിലിറങ്ങി നിന്ന് യുദ്ധം ചെയ്തു എന്നാണ്. പക്ഷേ സാലിം അദ്ദേഹം ആ പൊടി പാറിയ രക്തരൂക്ഷിത യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. സാലിം യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ ആളുകൾ അദ്ദേഹത്തെ വധിച്ചു.
ചരിത്രം പറയുന്നത് മദ്ഹബി പറയാണ് അബൂ ഹുദൈഫയും അതിലാണ് മരിച്ച് അല്ലേ. അവർ രണ്ടുപേരും മരിച്ചു കിടക്കുമ്പോൾ ഒരാളുടെ കാലിൻ്റെ ചുവട്ടിലായിരുന്നു മറ്റേ തലാണ് അവിടെ രക്തസാക്ഷിയായിട്ട് കിടക്കുമ്പോൾ. ആര്? അബൂ ഹുദൈഫയും സാലിമും രക്തസാക്ഷിയായിട്ട് കിടക്കുമ്പോൾ ഒരാളുടെ കാലിങ്ങലായിരുന്നു മറ്റേ തല കിടന്നിരുന്നത്. അങ്ങനെയായിരുന്നു രണ്ടാളും അവിടെ മരിച്ചത് എന്നാണ് സാലിം. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇവരുടെ വിഷയം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇവിടെ ഈ അബൂ ഹുദൈഫ അറിയ അബൂ ഹുദൈഫ അബൂ ഹുദൈഫൻ്റെ വാപ്പാൻ്റെ പേരെന്താ? ഉത്ബ. ഉത്ബ. ഈ അബൂ ഹുദൈഫൻ്റെ പെങ്ങൾ ഹിന്ദ്. ഹിന്ദ് ബിന്ത് അൽ വലീദ്. ഹിന്ദ് ബിന്ത് അൽ വലീദ്. കേട്ടോ, ഇവിടെ വലീദ് ഉത്ബ. ഇനി ഈ ഉത്ബൻ്റെ സഹോദരൻ ഒരു ഷൈബ. അപ്പോൾ വലീദ്, ഉത്ബ, ഷൈബ. എന്താ ഇവർ തമ്മിലുള്ള ബന്ധം? എന്താ ഇവർ തമ്മിലുള്ള ചരിത്രം? ഒന്നാലോചിച്ചു. വലീദ്, ഉത്ബ, ഷൈബ. ബദറിൽ വീരപ്പൂലി അലി വലീദോടുരപ്പടാന്ന് പറഞ്ഞല്ലേ. അതേപോലെ തന്നെ ഹംസ ഷൈബത്തിന് നോക്കണം നിങ്ങൾ. ബദർ യുദ്ധം നടക്കുമ്പോൾ പിന്നെ ഉത്ബ, ഷൈബ, വലീദ്, ഇത് സഹോദരങ്ങൾ രണ്ടാളും. വലീദ് മകൻ. ഇവരാണ് തൊന്ന യുദ്ധത്തിൽ ഇറങ്ങിയത്. അലി വലീദിനോട് ഏറ്റുമുട്ടി. പിന്നെ ഉബൈദത്ത് ഉത്ബയോട് ഏറ്റുമുട്ടി. ഹംസ ഷൈബയോട് ഏറ്റുമുട്ടി അല്ലേ. ഹംസ ഷൈബയെ കൊന്നു, അലി വലീദിനെ കൊന്നു. ഉത്ബയും ഉബൈദത്തും തമ്മിലുള്ള ഉബൈദത്ത് ബിൻ ഹാരിസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്ന് അവസാനം ഉബൈദത്ത് ഉത്ബയിൽ കൊല്ലപ്പെട്ടു. ഈ ബദറിലെ ഈ രംഗത്തിന് സാക്ഷിയാണ് ആര്? അബൂ ഹുദൈഫ. അബൂ ഹുദൈഫ ഇവിടെയുള്ള നിസ്ലാസൽ മാത്രങ്ങളുടെ കൂടെയാണ്. നോക്കണം, വാപ്പ, പിന്നെ എളാപ്പ, സഹോദരൻ. അതാണ് അബൂ ഹുദൈഫ കാണുന്നത്. അപ്പോൾ ഹിന്ദ് നിസ്ലാസൽ മതങ്ങളുടെ മദീനത്താണ്. ഈ ഹിന്ദിൻ്റെ വാപ്പയാണ് ആര്? വലീദ്. ഹിന്ദ് ബിന്തുൽ വലീദ് ബിൻ ഉത്ബ ഇബിൻ റബിയ ഇബിൻ അബ്ദുൽ ഷംസാണ് ഉണ്ടോ. അപ്പോൾ വലീദിൻ്റെ മകൾ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇതിന് മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ട്. ഖലാസ്. അബൂ ഹുദൈഫ സാലിമിന് ഹിന്ദിനെ വിവാഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അബൂ ഹുദൈഫിൻ്റെ സഹോദരൻ വലീദിൻ്റെ മകളാണ് ഹിന്ദ്. അതുകൊണ്ട് തന്നെ സാലിമിന് ഇവരെ കല്യാണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ ദത്തുപുത്രന്മാരെ നിങ്ങളുടെ മക്കളാക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി അടുത്ത ആയത്തിൽ ഉദഊഹും ലി ആബാഇഹിം, ഇവരൊക്കെ അവരുടെ വാപ്പന്മാരിലേക്ക് ചേർത്ത് വിളിക്കണം. ഇനി നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോഴേക്ക് ഈ ആയത്തിറങ്ങുമ്പോഴത്തേക്ക് സാലിമ് വലിയ കുട്ടിയായി. ഞാൻ പറഞ്ഞില്ലേ, സാലിമിനെ വളർത്തിയത് ആരാണ്? സെഹലയാണ്. സെഹല ബിന്ത് സുഹൈൽ അൽ ആമിരിയ. നോക്കണം, കല്യാണം പറഞ്ഞ് വെക്കണമെങ്കിൽ അന്ന് നിക്കാഹ് വേഗം നടക്കും, വീട് കൂടലൊക്കെ പിന്നെയാണെങ്കിൽ. അപ്പോൾ സാലിം വലിയതായിട്ടുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സെഹല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരാൻ, റസൂലെ സാലിം ഞാൻ വളർത്തിയ കുട്ടിയാണ്, സാലിം വലുതായി, പൗരുഷത്തോടെ അടുത്തു. ഇപ്പം സാലിമിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അബൂ ഹുദൈഫയുടെ മുഖത്ത് ഞാൻ അനിഷ്ടം കാണാണ്. അബൂ ഹുദൈഫ ഭർത്താവ് അനിഷ്ടം കാണുകയാണ്. അദ്ദേഹത്തിന് പിന്നെ അത് രസിക്കണില്ല സാലിം വരുന്നത്. പറയുമ്പോൾ ഇങ്ങനെ വളർത്തിണ്ടാക്കിയല്ലേ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അർദിഇഹി ഖംസ റദാഅത്ത്, 5 തവണ പാൽ കൊടുക്കാൻ പറയണം. ആരോട്? സാലിമിന് പാൽ കൊടുക്കാൻ പറയണം. ആരോട്? സെഹലയോട്. അപ്പോൾ അവർ പറയാൻ, റസൂലെ ഞാൻ എങ്ങനെ അവർക്ക് പാൽ കൊടുക്കും, വലിയ ആളായിട്ടില്ലേ എന്ന് പറയണം. അപ്പോൾ റസൂൽ പറയുന്നത് അർദിഇഹി, പാൽ കൊടുക്കാൻ പറയണം. അബൂ ഹുദൈഫ ഭർത്താവിൻ്റെ മുഖത്ത് കാണുന്ന ആ അനിഷ്ടം അത് പോകും. നിങ്ങൾ 5 തവണ പാൽ കൊടുക്കുന്നതോടുകൂടി സാലിം അദ്ദേഹം നിങ്ങളുടെ മകനായിട്ട് പരിണമിക്കും, മാറും, പാൽ കൊടുക്കാൻ പറയണം. അങ്ങനെ ഖംസ റദാഅത്ത് പാൽ കൊടുത്തു എന്നാണ്. എങ്ങനെ പാൽ കൊടുത്ത്? മടിയിലിരുത്തി പാൽ കൊടുത്തതെന്നല്ല. പിന്നെയോ അത് സഹില പാലെടുക്കും, എന്നിട്ട് ഒരു പാത്രത്തിൽ വെക്കും, അത് സാലിം വന്ന് കുടിക്കും. അങ്ങനെ 5 തവണ സാലിം അവർ എടുത്തു വെക്കുന്ന പാല് പിന്നെ എടുത്ത് കുടിച്ചിട്ട് അങ്ങനെ മകനായി മാറി. അതോടുകൂടി സഹല വരികയാണ് പിന്നെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്. റസൂലെ അതോടുകൂടി ഇപ്പോൾ അബൂ ഹുദൈഫൻ്റെ മുഖത്ത് കാണുന്ന ആ അനിഷ്ടം അതില്ലാതായി എന്ന്
പറഞ്ഞു എന്നാണ്. അത് ഈ സാലിമിന് മാത്രമുള്ള ഒരു ഹുക്കുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അത് സാലിമിൻ്റെ മാത്രം ഒരു വിധിയാണ്. വലുതായതിന് ശേഷം ഇത് കാരണം ഈ അങ്ങനെ വളർത്തിയുണ്ടാക്കിയ കുട്ടിയാണ് സാലിമിനെ. അങ്ങനെ അബൂ ഹുദൈഫയുടെ ഒരു മകൻ എന്ന നിലക്കാണ് സഹല വളർത്തിയുണ്ടാക്കിയത്. പക്ഷെ അങ്ങനെ വളർത്തി അല്ലേ ഒക്കെ വലുതായി. അവർ പറയുന്നത് ഇതാണ്, ഞാൻ ഫുബുറനായിട്ട് വീട്ടിനകത്ത് ഉള്ള വേഷത്തിലിരിക്കെ സാലിമ് വരികയാണ്. അതാണ് സംഭവം. അപ്പോഴാണ് അബൂ ഹുദൈഫയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്നത് എന്ന് പറയണം. ഏതായാലും പിന്നെ ആ രീതിയിൽ എന്ത് ചെയ്തു, ഈ സാലിമിനെ പിന്നെ മുലകുടി ബന്ധത്തിലെ മകനാക്കി. അത് സാലിമിൻ്റെ മാത്രം ഒരു ഹുക്കുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ മനസ്സിലാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെല്ലാവരും, ആയിഷ റളിയല്ലാഹു തആല അൻഹ ബാക്കിയുള്ളവരൊക്കെ അത് പറഞ്ഞിരുന്നത് സാലിമിന് മാത്രം ഹുക്കും, പ്രത്യേകമായിട്ടുള്ള ഹുക്കുമാണ്. ഒരാളുടെ മുലകുടി ബന്ധത്തിലുള്ള മകനാണെങ്കിൽ 2 വയസ്സിന് ചുവട്ടിൽ 5 തവണ വിശപ്പ് മാറോളം പാൽ കുടിക്കണം. 2 വയസ്സിനാകുന്നതിന് മുമ്പ് കുട്ടി ഒരു സ്ത്രീയിൽ നിന്ന് 5 തവണ വിശപ്പ് മാറോളം പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയാണ് ആര്, മുലകുടി ബന്ധത്തിൽ മകൻ. ആ കുട്ടിയുടെ ഉമ്മ ഈ സ്ത്രീ, മുല കൊടുത്ത സ്ത്രീ. മനസ്സിലായി, 2 വയസ്സിന് ചുവട്ടിൽ. അത് നിസാസ്മ തങ്ങൾ ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞു പോവാണ്. എന്താണ് സാലിമിൻ്റെ വിഷയം? ആമിർ ഇബ്നു റബിയ, അദ്ദേഹം ഉമർ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരനെ അല്ല. പക്ഷേ ഉമർ റളിയല്ലാഹുവിൻ്റെ ഉപ്പ അൽ ഖത്താബ് ഈ ആമിർ ഇബ്നു റബിയയെ മകനായിട്ട് സ്വീകരിച്ചു, ദത്തുപുത്രനായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഉമറിനെ പോലെ സെയ്ദിനെ പോലെ റളിയല്ലാഹു അൻഹുമ ഖത്താബിന് ആമിറും മകനായിരുന്നു. ഇതേപോലെ ഈ വിഷയത്തിൽ ഈ ആമിർ ബിൻ റബിയ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ് പിന്നെ ഖിലാഫത്തിൽ ജീവിച്ചിരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലയെ വിപ്ലവകാരികൾ വധിച്ച സമയം ഇദ്ദേഹം വീട്ടിനകത്തിരുന്ന് അദ്ദേഹം ദുആ ചെയ്യുകയായിരുന്നു, അല്ലാഹുവേ നീ എന്നെ ഫിത്നയിൽ അകപ്പെടുത്തല്ലേ, സാലിഹായതിൻ്റെ ദാസന്മാരെ നീ എന്തുകൊണ്ട് കാക്കുന്നുവോ അതുപോലെ നീ എന്നെ കാക്കണമേ എന്ന് ദുആയിരുന്ന് അദ്ദേഹം വീട്ടിനകത്ത് കഥകടച്ചിരിക്കുകയായിരുന്നു എന്നാണ്. ഒരിക്കലും നീ എന്നെ ഫിത്നയിലേക്ക് ഇറക്കല്ലേ എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുആ. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയാകുന്ന സമയം അദ്ദേഹം വീട്ടിനകത്ത് ആ ദുആ ചെയ്ത വീട്ടിനകത്ത് ഇരുന്നിട്ട് അദ്ദേഹത്തെ പിന്നെ പുറത്തിറക്കിയത് അദ്ദേഹത്തിൻ്റെ ജനാസയാണ്. ആമിർ ബിൻ റബിയാൻ്റെ ജനാസയാണ് പിന്നെ പുറത്തിറക്കിയത്. അൽ മിഖ്ദാദ് ഉണ്ടല്ലോ, മിഖ്ദാദിനെ നമ്മൾ അൽ മിഖ്ദാദ് ബിൻ അൽ അസ്വദ് എന്നാണ് ചരിത്ര ഗ്രന്ഥത്തിൽ വായിക്കുക. ചില ചരിത്രങ്ങളിൽ മാത്രമാണ് അൽ മിഖ്ദാദ് ബിൻ അൽ അംർ. യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണ്? മിഖ്ദാദ് ബിൻ അൽ അംറാണ്, കിന്ദിയാണ്. പക്ഷേ അദ്ദേഹത്തെ അൽ മിഖ്ദാദ് ബിൻ അൽ അസ്വദ് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ അസ്വദ് അദ്ദേഹത്തിൻ്റെ വാപ്പയല്ല, അസ്വദ് ബിൻ അബ്ദുൽ ഉസ്സ അസുഹരി. ബദർ യുദ്ധത്തിൽ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ട് ബദറിൽ പങ്കെടുത്ത് ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് കൂടിയാലോചന നടത്തുന്നുണ്ടല്ലോ ബദറിലെത്തിയപ്പോൾ. അഷീറു അലയ്യ അയ്യുഹന്നാസ്, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായം പറയൂ, യുദ്ധം വേണോ അതല്ല നമുക്ക് യുദ്ധം ഒഴിവാക്കണോ? അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ നോക്കിയാണ് വന്നത്, അത് രക്ഷപ്പെട്ടു. ഇനി മുന്നിലുള്ളത് അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ കൂടെ ന്യൂനപക്ഷം, പലരും നിരായുധർ. അവിടെ അബൂജഹലിൻ്റെ കൂട്ടത്തിൽ സർവായുധ സന്നദ്ധനായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ സൈന്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശാവറ നടത്തുകയാണ് മുസ്ലിങ്ങളോട്, കൂടെയുള്ള 300 ചില്ലാൻ ആളുകളോട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, യുദ്ധം വേണോ എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ ഏറ്റവും വലിയ ധൈര്യം പകരുന്നത് അൽ മിഖ്ദാദ് ബിനുൽ അംറാണ്. ഇബ്നു മസ്ഊദ് പറയാണ്, മിഖ്ദാദ് ബിനുൽ അംറിൻ്റെ ഒരു വാക്ക് ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ അത് എന്നേക്കും ഒരു ക്രെഡിറ്റ് എന്ന നിലക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താ? സ്വലാസ്ലം തങ്ങളുടെ സഹാബത്തിനോട് റഹ്മക്കല്ലാഹ് ഈ പിന്നെ യുദ്ധം അഷീറു അലൈ അയ്യുഹന്നാസ്, ജനങ്ങളെ അഭിപ്രായം പറയുമെന്ന് പറഞ്ഞപ്പോൾ മിഖ്ദാദ് പറയാണ്, റസൂലേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയേ നിങ്ങൾ പോവുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരും. ഇസ്രായേല്യർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറഞ്ഞതുപോലെ ഇദ്ഹബ് അൻത വ റബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും പറയില്ല. നിങ്ങൾ അള്ളാഹു കാണിച്ച് മാർഗേന ഇറങ്ങൂ, ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഇറങ്ങും എന്ന് പറഞ്ഞ് സംസാരിച്ചതാരാണ്? മിഖ്ദാദ് ബിനുൽ അംറാണ്. അത് മിഖ്ദാദ് ബിനുൽ അസ്വദ് പറഞ്ഞു എന്നും ചരിത്രത്തിൽ കാണാം, മനസ്സിലായി. പക്ഷേ ഈ അൽ മിഖ്ദാദ് ബിനുൽ അംർ പിന്നെ അൽ അസ്വദ് ബിൻ അബ്ദുൽ ഉസയുടെ മകനായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ദത്തുപുത്രൻ.
അപ്പോൾ 4 ദത്തുപുത്രന്മാരായിരുന്നു. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ പ്രസിദ്ധർ സെയ്ദും സാലിമും ആമിറും അൽ മിഖ്ദാദും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യ ഇവരുടെ വിഷയത്തിലാണ് ഈ ഒരു ആയത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. ദത്തുപുത്രന്മാരുടെ വിഷയം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് ഇവരുടെ വിഷയത്തിൽ, പക്ഷേ ദത്തുപുത്രിമാരുടെ വിഷയം വായിച്ചു തീർക്കണില്ല. അങ്ങനെ സ്വീകരിക്കേണ്ട ഒരു വിഷയമല്ല അക്കാലഘട്ടത്തിൽ. കാരണം സ്വന്തം പുത്രിമാരെ തന്നെ അവർക്ക് വിരക്തിയാണ്, സ്വന്തം പുത്രിമാരെ വിരക്തിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ വമാ ജഅല അസ്വാജുകുമുല്ലായി തുദാഹിറൂന മിൻഹുന്ന ഉമ്മഹാത്തിക്കും പറഞ്ഞില്ലേ, നിങ്ങൾ ദിഹാർ നടത്തുന്ന നിങ്ങളുടെ ഇണകളെ നിങ്ങളുടെ ഉമ്മമാരെ ആക്കിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം എന്താ അറിയോ? ദിഹാർ അവിടെ നടത്താൻ കാരണം ഒരു ഭാര്യ പെൺകുട്ടിക്കാണ് ജന്മം നൽകിയിട്ടില്ലെങ്കിൽ ഭർത്താവ് പറയുന്നതാണ്, ഞാനിതാ പോവുകയാണ് പെരയുന്നത്, ഞാൻ വരുമ്പോത്തിന് നീ ഇവളെ കുഴിച്ചിട്ടിട്ടില്ല എങ്കിൽ അൻതി അലയ്യ കദഹരി ഉമ്മി, അങ്ങനെ പോവുക, അൻതി അലയ്യ കദഹരി ഉമ്മി, ഈ പെൺകുട്ടിനെ നീ കുഴിച്ചിട്ടോ, ഞാൻ വരുമ്പോത്തിന് കുഴിച്ചിട്ടിട്ടില്ല എങ്കിൽ നീ എനിക്ക് നിൻ്റെ ഉമ്മയെപ്പോലെ നിഷിദ്ധായിരിക്കും, തലാഖ്, ഇതാ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഉമ്മ ഈ കുട്ടീനായിട്ട് പ്രസവിച്ച ഉമ്മാക്ക് ഉണ്ടാവും ഇതിന് മണ്ണ് കൊണ്ടുപോയിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ബേജാറ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം ഈ അയൽവാസികളെ സ്ത്രീകളെ വിളിച്ചിട്ട് അവരെ ഏൽപ്പിക്കുന്നതാണ്, അവരെ ഏൽപ്പിക്കും. അപ്പോൾ ഈ സ്ത്രീകൾ മനുഷ്യപ്പറ്റ് അന്നത്തെ കാലത്തല്ലേ ഇയാൾ വരുന്നത് നോക്കിക്കും, അതുവരെ കുഴിച്ചുമിടൂല, മണ്ണിടൂല. അത് വാലത്തെ വന്നിട്ടില്ലെങ്കിലോ അതിനെ സേചിപ്പിക്കാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നതാണ്, കുഴിയൊക്കെ കുത്തി വെക്കുന്നതാണ്. വരുന്നത് കാണുമ്പോൾ ഇവർ ഈ കുഴിയിലിട്ടിട്ട് മണ്ണിട്ട് മൂടുന്നതാണ്, ജീവനോട് കൂടി ജാഹിലിയത്തിൽ. കാരണം എന്താ, അതില്ല എങ്കിൽ ഈ പെണ്ണ് തലാഖായി. അത് അന്നത്തെ കാലത്ത് അത് ചില അറേബ്യൻ ഗോത്രങ്ങളിൽ സർവ്വവ്യാപകമായിരുന്നു. അതുകൊണ്ടാണ് കവി ഫറസ്ദഖ്, അമവി കവി ഫറസ്ദഖ് പറയാണ്, എൻ്റെ വല്യാപ്പ എന്തോ ഒരു ഇബ്നു സഅസ എന്ന് പറയും, 300 കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അതേപോലെ 400 കുട്ടികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത് പെൺകുട്ടിയാണ് ഉണ്ടായതെന്ന് അറിഞ്ഞെങ്കിൽ വേഗം എന്ത് ചെയ്യും, ഇയാൾ ചെല്ലും, എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് വേണ്ട പണമോ അല്ലെങ്കിൽ ഒട്ടകമോ നൽകിയിട്ട് ആ കുട്ടീനെ വാങ്ങിയിട്ട് അയാളെ സംരക്ഷിക്കുമായിരുന്നാണ്. 300 കുട്ടികളൊക്കെ അയാളെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്നവർ നബിസ്വല്ലല്ലാഹു മതങ്ങൾ ഇവിടെ ഉദിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളാണ്, പക്ഷേ അദ്ദേഹം സ്വർഗ്ഗത്തിലാണ് നബിസ്വല്ലല്ലാഹു മതങ്ങൾ പറഞ്ഞത്. ഹനഫാക്കളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. എത്രയോ പെൺകുട്ടികളെ ഇതേപോലെ രക്ഷപ്പെടുത്തിയതിൻ്റെ ചരിത്രം വായിക്കും. അന്നത് സർവ്വവ്യാപകമായിരുന്നു. ഏതായാലും ഞങ്ങൾ സ്വന്തം പെൺകുട്ടികളെ തന്നെ വേണ്ട, പിന്നെ അല്ല ദത്തുപുത്രിമാരെ സ്വീകരിക്കുക എന്നുള്ളത്. അവർക്ക് വേണ്ടത് ദത്തുപുത്രന്മാരാണ്, അതുകൊണ്ടാണത് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞ ഇത് ഈ ദഈ എന്ന് പറഞ്ഞെങ്കിൽ ദത്തുപുത്രൻ, ആ ദത്തുപുത്രന്മാർ ഈ ആയത്തിറങ്ങുമ്പോൾ മുസ്ലിമീങ്ങളുടെ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ ആ പരിചയത്തിലുണ്ടായിരുന്ന 4 പേരാണ്. അവരെ നമ്മളിവിടെ എഴുതിയത്. പിന്നെ ഉണ്ടായിരുന്നതാരാ, ഈ ലഹീഖ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്തൽഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മകനാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പിതാക്കളുണ്ടായിരുന്നു ചിലർ. നമ്മൾ സമ്മ എന്ന് പറയുന്ന വ്യക്തി, സൗദ ബിന്ത് സമ്മഅനല്ല, സൗദ റളിയല്ലാഹു തആല അൻഹയുടെ ഉപ്പയാണ് ആര്, സമ്മ. സൗദക്കൊരു സഹോദരനുണ്ടായിരുന്നു അബ്ദ്, സൗദ ബിന്ത് സമ്മ. ഈ സമ്മക്ക് ഒരു വെള്ളാട്ടി ഉണ്ടായിരുന്നു, ഒരടിമ പെണ്ണുണ്ടായിരുന്നു, വലീദത്ത്. അതിലൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ഈ വലീദയ്ക്ക് ഒരു ആൺകുട്ടി, ഇതിലൂടെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ വെള്ളാട്ടിയുടെ ഈ ആൺകുട്ടി ഇത് സമ്മയുടേതാണോ അതല്ല, അത് ഉത്ബ എന്ന മറ്റൊരു വ്യക്തിയുടേതാണ്. ഈ ഉത്ബ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല, സഅദ് ബിൻ അബി വഖാസ് അസ്സുഹരി സഅദാര സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാൽ, അമ്മാവൻ എന്ന പേരിൽ പ്രസിദ്ധിയുള്ള സഅദ് ബിൻ അബി വഖാസ്. സഅദിൻ്റെ സഹോദരനാണ് ആര്, ഉത്ബ ഇബ്നു അബി വഖാസ് അസ്സുഹരി. മനസ്സിലായി? അപ്പോൾ സഅദും ഉത്ബയും സഹോദരങ്ങളാണ്. മക്ക ഫതഹായപ്പോൾ ഉത്ബ സഅദിനോട് പറഞ്ഞൊരു വസിയ്യത്ത് പ്രകാരം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആര് വരുന്നുണ്ട്, സഅദ് വരുന്നുണ്ട്. എന്താ ഉത്ബ സഅദിനോട് പറഞ്ഞറിയോ? മക്ക ഫതഹാന സമയത്ത്, അതിന് മുമ്പ് ഉത്ബ മരിച്ചു തോന്നുന്നു. ഏതായാലും ഉത്ബ പറഞ്ഞത്, ഇബ്നു വലീദത്തി സമ്മയുടെ വലീദത്തിൻ്റെ മകൻ അതെൻ്റെ കുട്ടിയാണ്, അതുകൊണ്ട് മക്ക ഫതഹായിട്ട്
മക്കയിൽ നബ്സല്ലാഹു മതങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ നബ്സല്ലാഹു മതങ്ങളോട് സംസാരിച്ചിട്ട് ഈ കുട്ടീനെ വാങ്ങണം. ഉത്തുബ പറയാണ് ഈ കുട്ടീനെ വാങ്ങണം, ആ കുട്ടി എൻ്റെതാണെന്ന് പറയണം. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു തആല മക്ക ഫതഹ് ആയതിൽ പിന്നെ നബ്സല്ലാഹു മതങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയണം, റസൂലെ ഇബ്നു വലീദത്തി സംഅ, അത് ഇബ്നു ഉത്ബയാണ്, ഉത്ബൻ്റെ മകനാണ്, എൻ്റെ സഹോദരൻ്റെ പുത്രനാണ്, അതുകൊണ്ട് അതിനെ വേണമെന്ന് പറയണം. അപ്പോൾ അവിടെ ആരുണ്ട്? സൗദ വിഷയത്തിൽ സംസാരിക്കണം. അബ്ദുണ്ട്, അബ്ദുബിന് സംഅ. അബ്ദു ഇപ്പോൾ ഈ കുട്ടീനെ കാണുന്നത് ആരായിട്ടാണ്? അബ്ദിൻ്റെ സഹോദരനായിട്ടാണ്. ഉത്തുബ സയ്യിദ് പറയാൻ, റസൂലെ ആ കുട്ടിൻ്റെ മുഖത്തേക്ക് നോക്കി, ആ കുട്ടിൻ്റെ ചേല ആരുടേതാണ്? ഉത്തുബൻ്റെ ചേലാണ്. ഉത്തുബൻ്റെ മുഖമാണ് ആ കുട്ടീൻ്റെ മുഖം, അതുകൊണ്ട് കുട്ടി ഉത്തുബയുടേതാണ്, അതിന് തരണം എന്ന് പറയാണ്. അപ്പോൾ അബ്ദു പറയാണ്, അബ്ദുബിൻ സമ്മ പറയാണ്, റസൂലെ ഈ കുട്ടി ജനിച്ചത് എൻ്റെ ഉപ്പൻ്റെ കട്ടിലാണ്, ഊലിദ ഫി ഫിറാഷി അബി, എൻ്റെ വാപ്പ സമ്മയുടെ വിരിപ്പിലാണ് കുട്ടി ജനിച്ചത്. അതായത് ഈ വലീദ സമ്മയുടെ ഭാര്യയായിരിക്കുകയാണ് എന്ത് ചെയ്തത്, അവർ പ്രസവിച്ചത്. അതുകൊണ്ട് അൽ വലദുലിൽ ഫിറാഷ് വലിൽ ആഹിരിൽ ഹജർ, ഏതൊരാളുടെ വിരിപ്പിലാണോ പ്രസവം, കുട്ടി ആരുടേതായിരിക്കും? ആ ആളുടേതായിരിക്കും. കാരണം അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്താണ്, ഞാൻ എൻ്റെ ചരിത്രങ്ങൾ ഉദാഹരണങ്ങൾ പറയാം. അന്ന് കാലങ്ങളിൽ എന്താണ് ഈ കല്യാണം തന്നെ, എന്താ കല്യാണം തന്നെ ഒരു പെണ്ണ് കുറേ ആളുകളെ സ്വീകരിക്കുന്ന വിഷയമാണ്, കുറേ ആളുകൾ. അതിൻ്റെ അത്ഭുതം ഞാൻ പറയാം അതെങ്ങനെയെന്നുള്ള വിഷയം. അപ്പോൾ അത് കാരണത്താൽ തന്നെ ഇത് ഖണ്ഡിതമായിട്ട് പറയാൻ വയ്യ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൊതു വിധിയിറക്കി, ആരുടെ വിരിപ്പിലായിരിക്കുകയാണോ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ, ആരുടെ ഭാര്യ ആയിരിക്കുകയാണോ ഒരു പെണ്ണ് പ്രസവിക്കുന്നത്, ആ കുട്ടി ആരുടേതായിരിക്കും? അയാളിലേക്കാണ് ചേർക്കുക. വ്യഭിചരിച്ചവന് വലിയ ആഹിരി അൽ ഹജർ, വ്യഭിചരിച്ചവന് കുട്ടി തടയപ്പെടും എന്നുള്ളത്. ഉത്തുബൻ്റെ ചേലിലാണെങ്കിലും ഈ അബ്ദു പറഞ്ഞു, എൻ്റെ വാപ്പാൻ്റെ ഭാര്യ ആയിരിക്കാണ് പ്രസവിച്ചത്, അതുകൊണ്ട് എൻ്റെ സഹോദരനാണെന്ന് പറയണം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് റസൂലുള്ളാഹി സഅദിനോട് പറഞ്ഞത് ഇതാണ്, അൽ വലദു ലിൽ ഫിറാഷ്, ലിൽ ഫിറാഷ് വലിൽ ആഹിരി അൽ ഹജർ, കുട്ടിനെ അബ്ദിന് കൊടുത്ത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദയോട് പറഞ്ഞു, യാ സൗദത്തു ഇഹ്തജിബി മിൻഹു, സൗദ ഈ കുട്ടിയുണ്ടല്ലോ അയാളിൽ നിന്ന് മറ സ്വീകരിക്കണം. കാരണം ഇതുവരെ സൗദ എങ്ങനെയാണ് കാണുന്നത്? ആങ്ങളായിട്ട്, സഹോദരനായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ സംഭവം നടന്നു, കുട്ടിക്ക് ഉത്തുബയോട് വലിയ സാദൃശ്യം, മുഖ സാദൃശ്യം, അതുകൊണ്ട് തന്നെ റസൂൽ പറഞ്ഞു ഇഹ്തജിബി മിൻഹു, ഇനി ഒരിക്കലും സൗദ ഇവനെ കാണരുത് എന്ന് പറഞ്ഞു, മറ സ്വീകരിക്കാൻ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, സൗദ മരിക്കണത് വരെ പിന്നെ ഇവനെ കണ്ടിട്ടില്ല എന്ന്. മരിക്കണത് വരെ സൗദ റളിയല്ലാഹു തന്നെ മഹത്വം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹിൽ ഹജ്ജ് ചെയ്ത് എന്നിട്ട് എല്ലാ ഭാര്യമാരൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇനി നിങ്ങൾ ഇൽതസിമിനൽ ഹുസ്ർ, ഇനി നിങ്ങൾ വീട്ടിൽ പരിമിതപ്പെട്ട് കഴിയണം എന്ന് പറഞ്ഞതിൽ പിന്നെ സൗദയെയും സൈനബ് ബിൻത് ജഹ്ഷിനെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് അവരെ ജനാസ ബഖീ ഖബറിലേക്ക് എടുത്തപ്പോൾ ആളാണെന്ന്. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ്. അത്ര പിന്നെ അവർ റസൂലുള്ളാഹിയുടെ വസിയത്ത് പുലർത്തി വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ആളുകളാണ് സൗദ. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, റസൂലുള്ളാഹി ഇത് പറഞ്ഞതിൽ പിന്നെ ഒരിക്കലും മരിക്കുവോളം ഈ സൗദ ആരെ കണ്ടിട്ടില്ല, ഈ ആങ്ങള എന്ന് പറയപ്പെടുന്ന ഇബ്നു വലീദത്തി സംഅയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതാണ് വിഷയം. അന്ന് വാപ്പമാർ ആര് എന്ന് തർക്കമുള്ള മക്കളുണ്ടായിരുന്നു. അത് ദഈയല്ല, അതാണ് ലഹീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഹയാത്തിലിരിക്കെ തന്നെ ഒരു സംഭവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് അലിയാരെ പറഞ്ഞയച്ച്. അപ്പോൾ അലിയാർ അവിടെ ഒരു കേസ് കൈകാര്യം ചെയ്തത് കണ്ട ഒരു വ്യക്തി മദീനയിലേക്ക് വരികയാണ്, റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരുന്നത്. റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിൻ്റെ വിഷയത്തിൽ 3 ആൾ തർക്കിച്ച്. എന്താ തർക്കം? 3 ആൾ ഒരാളെ ചൂണ്ടിയിട്ട് പറയുന്നത് എൻ്റെ മകനാണ്. അപ്പോൾ അലിയാരുടെ അടുക്കലാണ് ഈ കേസ് യമനിൽ. അപ്പോൾ അലിയാർ എന്ത് ചെയ്ത്, ഈ കുട്ടീൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ചോദിച്ച്. അപ്പം ഉമ്മക്ക് തിട്ടം പറയാൻ വയ്യ ആരാണ് വാപ്പാന്ന്. കാരണം എന്താ, അന്നത്തെ കല്യാണം അങ്ങനെയല്ലേ, ഈ 3 ആളുകളും ഈ സ്ത്രീയുടെ ശുദ്ധികാലത്ത് ഈ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് തിട്ടല്ല ആരാണെന്നുള്ളത് പറയാം. അപ്പോൾ അലി പറഞ്ഞ്, പിന്നെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ ഈ കുട്ടീനെ ഇയാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ട് ചോദിച്ചു. അയാൾ പറഞ്ഞു ഞാൻ വിട്ടുകൊടുക്കില്ലാന്ന്. അപ്പോൾ മറ്റവനോട് ചോദിച്ചു ഇവർക്ക് വിട്ടുകൊടുക്കുമെന്ന്. അയാൾ പറഞ്ഞില്ല. 3-ാമനോട് ചോദിച്ചു ഇവർക്ക് വിട്ടുകൊടുക്കുമോ? അയാളും പറഞ്ഞു വിട്ടുകൊടുക്കില്ല എന്നാണ്. അപ്പോൾ അലി പറഞ്ഞു, എന്നാൽ ഞങ്ങൾക്കിടയിൽ നറുക്കിടും.
അങ്ങനെ അലി എന്ത് ചെയ്തു, മൂന്നാൾക്കിടയിൽ നറുക്കിട്ടിട്ട് എന്ത് ചെയ്തു, ഒരാൾക്ക് നറുക്ക് വീണ് കുട്ടിനെ അയാൾക്ക് നറുക്കിട്ടിയാക്കി കൊടുത്ത്, മറ്റൊരാൾക്ക് രണ്ടാൾക്കും കുട്ടിനെ കൊടുത്താളുണ്ടല്ലോ അവരോട് പറഞ്ഞ് സുലുസൈ അദ്ദിയ, ഒരു വ്യക്തിയുടെ ബ്ലഡ് മണി ഉണ്ടല്ലോ തുക, ആ ബ്ലഡ് മണിയുടെ 2/3 ഇവർ കൊടുക്കാൻ പറഞ്ഞു. ആർക്ക്? ഈ കുട്ടിനെ കിട്ടിയാൽ ദിയ കൊടുക്കണം ഇങ്ങനെയെന്ന് പറഞ്ഞു. അങ്ങനെ ദിയ കൊടുത്തിട്ട് കുട്ടീനെ അയാൾ സ്വന്താക്കി. ഈ വിവരമാണ് ആരോട് വന്നിട്ട് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പം ഹദീസിൽ കാണാം, ഫദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നവാജിദ് ഉണ്ടല്ലോ, ഈ പല്ലുകൾ, കൊമ്പലിനപ്പുറമുള്ള അണപ്പല്ലുകൾ കാണുന്നത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു എന്നാണ് ഹദീസിലുള്ളത്. മനസ്സിലായി? അപ്പം ഞാനിത് പറഞ്ഞതെന്താ വെച്ചാൽ ഇതാണ് വിഷയം. 3 ആളുകളാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് അന്ന് എന്ത് ചെയ്യണം പറയുന്നത്. കാരണം അത് അന്നത്തെ ഇത് ജാഹിലിയത്തിൽ നടന്ന കല്യാണത്തിൻ്റെ ഒരു പ്രതിഫലനാണ് ഇസ്ലാമിൽ. ഉമർ റളിയല്ലാഹു തആല ഖലീഫയായിരിക്കെ ഒരാളെ ചൂണ്ടിയിട്ട് 2 ആളുകൾ വന്നു. 2 ആളും പറയുന്നത് എൻ്റെ കുട്ടിയാണ്. ഈ കുട്ടിൻ്റെ ഉമ്മ ഉണ്ടല്ലോ, ഉറപ്പാണല്ലോ, ഇവരാണ് വാപ്പാര വിഷയത്തിലാണ് സംശയം. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ജാഹിലിയത്തിൽ നടന്നതാണ്. അതുകൊണ്ടാണ് ഇത് ആളയക്കുന്നത്. അവർ ഇസ്ലാം സ്വീകരിക്കണം വരുന്ന ബന്ധാണ്. അതുകൊണ്ട് ആ സ്ത്രീനെ വിളിച്ചിട്ട് ഉമർ ചോദിക്കുകയാണ്, ഇതിങ്ങനെ പറഞ്ഞപ്പോൾ 2 ആളും തർക്കിക്കുകയാണ് ഉമറിൻ്റെ സന്നിധിയിൽ, എൻ്റെ കുട്ടിയാന്നിട്ട്. അപ്പോൾ ഉമർ പറഞ്ഞു, യാ ബില്ലദി ഹദാക്കിലിൽ ഇസ്ലാം, നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വഴികാട്ടിയ അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ വിളിച്ചിട്ട് പറയാണ്, ഇവരിൽ 2 പേരിൽ ആരാണ് ഇയാളുടെ വാപ്പാന്ന് ചോദിക്കുകയാണ്. ആരാണ് വാപ്പാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയാണ്, അനല അദ്രി ഇന്ന ഹാദ ജാഅനി ഫി അവ്വലിൽ ലൈൽ വഹാദ ജാഅനി ഫി ആഖിറിൽ ലൈൽ. എനിക്കറിയില്ല, ഈ 2ൽ ഒരാൾ എൻ്റെ അടുത്ത് രാത്രിൻ്റെ തുടക്കത്തിൽ വന്നു, അവരൻ രാത്രിൻ്റെ ഒടുക്കത്തിൽ വന്നു. ജാഹിലിയത്തിൽ കല്യാണം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഈ കുട്ടിൻ്റെ വാപ്പ എന്നുള്ളത് എനിക്ക് പറയാൻ വയ്യ എന്ന് ലാ ബില്ലദി ഹദാനി ലിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് ഈ സ്ത്രീ പറയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? അന്ന് മക്കളെ സ്ഥിരീകരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, DNA ടെസ്റ്റ് മറ്റൊന്നുമില്ല. അന്ന് ഈ ഖായിഫിനെ അവലംബിക്കുകയാണ് ചെയ്യുക. ഖായിഫ് എന്ന് പറഞ്ഞാൽ ഖയാഫ എന്താ, ലക്ഷണം നോക്കിയിട്ട് പറയുന്ന, ലക്ഷണം നോക്കിയിട്ട് വിധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. 4 ലക്ഷണം നോക്കി വിധി പറയുന്ന ആളുകൾ ഉമർ കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ട് എന്താ ഉമർ ചെയ്തത്? ഇവരോട് പറഞ്ഞൊന്നുമില്ല. ഉമർ നിലത്ത് മണൽ വിരിച്ച് എന്നിട്ട് ഈ 2 ആളോടും അതിൽ കാലുകുത്താൻ പറഞ്ഞു, കാല് ചവിട്ടാൻ പറഞ്ഞു, കാല് പതിപ്പിക്കാൻ പറഞ്ഞു. കാല് പതിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഈ കുത്തുബെയ്ത്തൊക്കെ നടത്തും പണ്ടില്ലേ, അരിപ്പടി വിതറിയിട്ട് അതിലിങ്ങനെ കാല് ചവിട്ടിയിട്ട് പറയും, ഹാദിറു ഞങ്ങളെ മജ്ലിസിൽ ഹാദിറു അറിയില്ല, ഷെയ്ഖ് മൊയ്തീൻ അബ്ദുൽ ഖാദർ ജീലാനി ഹാജറായി, അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജറായി. മൗലിദ് സസിലാണ്. അതിനെ ആ രീതിയിൽ എന്ത് ചെയ്ത് മണൽ വിരിച്ചിട്ട്, ജാഹിലിയത്തിൽ വരെ ഈ അന്നം കൊണ്ട് കാല് ചവിട്ടാൻ, ഏതായാലും മണൽ വിരിച്ചിട്ട് അതിൽ ഇങ്ങനെ ചവിട്ടിച്ച്, ഈ 2 ആണുങ്ങളെ കൊണ്ട് ചവിട്ടിച്ച്, പിന്നെ ഇവർ വാദിക്കണ കുട്ടീനെ കൊണ്ട് ചവിട്ടിച്ച്. എന്നിട്ട് ഈ 4 ഖായിഫീങ്ങളെ വിളിച്ചിട്ട് ഉമർ പറഞ്ഞ്, പിന്നെ ഈ കാലടികൾ നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ പിന്നെ മകൻ്റെ കാലുണ്ടല്ലോ, അത് ഇതിൽ ആരുടെ കാലിനോടാണ് ഒത്തത് എന്നുള്ളത് അവർ നോക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ 4 ആളെ വിളിച്ചത്. ആ 4 ആളുകളോടും ഇത് കാര്യം ആദ്യം പറഞ്ഞില്ല. അവർ പരസ്പരം ഒന്നിക്കുന്ന രീതിയിലും എന്ത് ചെയ്തില്ല, ഉമർ എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. 4 ആളും അന്യോന്യം കാണാത്ത രീതിയിൽ കണ്ടിട്ട് ഓരോരുത്തരും ഉമറിനോട് വന്ന് പറയാൻ പറഞ്ഞു. ഈ 4 ആളുകൾ ഇത് കണ്ടിട്ട് വന്നിട്ട് പറയാണ്, ഇതിന് ഈ കുട്ടിൻ്റെ കാലുണ്ടല്ലോ അതിനോട് 2 ആളുടെ കാലിന് യോജിപ്പുണ്ട്, 2 ആളുടെ കാലിന് യോജിപ്പുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ഉമർ കുഴഞ്ഞു പോയി. ഇതാർക്ക് പറയും? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല 4 ആൾ ഒന്നിച്ചല്ലേ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഈ മകനോട് 2 ആളുടെ കൂടെ പോകാൻ പറഞ്ഞു. 2 ആളിൽ നിന്നും അനന്തരം വാങ്ങിക്കോ, നിൻ്റെ അനന്തര സ്വത്ത് 2 ആളും പിന്നെ എടുത്തോട്ടെ എന്ന രീതിയിൽ ആ കേസ് ഉമർ വിധി പറഞ്ഞു എന്നാണ്. ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇതൊന്നുമില്ല, പല സംഭവങ്ങളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഈ വിധികളുടെ ചരിത്രം വായിക്കുമ്പോൾ അതിലുണ്ട്. ഇതിൻ്റെയൊക്കെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ജാഹിലിയത്തിലെ കല്യാണം ഇസ്ലാം വന്ന് ഈ ഒരു മേഖല ശുദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള ഇസ്ലാമിക വിവാഹം അത് പിന്നെ നിയമമാക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു ഇതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ പിന്നെ കുറേ മക്കൾ ദത്തുപുത്രന്മാരായി, ദഈയായി, കുറേ മക്കൾ ഇത് ലഹീഖായി. ഇങ്ങനെയായിരുന്നു അന്നത്തെ ഒരു പിന്നെ സാമൂഹിക ചുറ്റുപാട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ്
എന്ത് ചെയ്യണത് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇത്ര ഒരു വളിപ്പ് കേസുകളാണ് കേൾക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആ ദുഷിച്ച സാമൂഹിക അന്തരീക്ഷത്തെയാണ് ഇതുപോലത്തെ വചനങ്ങൾ കൊണ്ട് ചികിത്സിക്കുന്നത്, തിരുത്തുന്നത്. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സംശുദ്ധമായ സാമൂഹിക അന്തരീക്ഷവും അതേപോലെ ഒരു സാമൂഹിക ഘടനയൊക്കെ ഇവിടെ ഈ ലോകത്ത് സൃഷ്ടിക്കുകയുണ്ടായത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. നമുക്കത് ഇതാണ്ട് അർത്ഥം പൂർത്തിയാക്കാം. വമാ ജഅല അദ്ഇയാഅക്കും അബ്നാഅക്കും. വമാ ജഅല അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയിച്ചിട്ടില്ല, ആക്കിയിട്ടില്ല. അദ്ഇയാഅക്കും നിങ്ങളുടെ അദ്ഇയാഇനെ, അദ്ഇയാ എന്ന് പറഞ്ഞെങ്കിൽ ദത്തുപുത്രന്മാർ, ദത്തുപുത്രന്മാർ, നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടില്ല. ആരാക്കിയിട്ടില്ല? അബ്നാഅക്കും നിങ്ങളുടെ മക്കൾ, ആൺമക്കൾ. അബ്നാഅക്കും ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും. ദാലിക്കും എന്ന് പറഞ്ഞാൽ അത്, ഖൗലുക്കും നിങ്ങളുടെ ഖൗലാണ്, വാക്കാണ്. ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും നിങ്ങളുടെ അഫ്വാഹ് എന്ന് പറഞ്ഞത് ഫാഹ് എന്നാൽ വായകൾ, തൊള്ളകൾ. ഫമുൻ അതിൻ്റെ ഭോജന അഫ്വാഹ്. ഈ ഒരു വരിയിൽ നോക്കി, ഉമ്മഹാത്തിക്കും അദ്ഇയാഅക്കും അബ്നാഅക്കും ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും. എത്രക്കും എന്ന് ഒരു ക്വിസിനുള്ള ചോദ്യം ഇതിൽ നിന്നുണ്ടാവും. ദാലിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞതൊക്കെ, ഏത് പറഞ്ഞതൊക്കെ ജാഹിലിയത്തിലൊരു വിദണ്ഡം, അന്ധവിശ്വാസ ജടിലമായി അവർ കൊണ്ടുവരുന്നിരുന്നു. ചില ആളുകൾക്ക് രണ്ട് കൽബുണ്ട് എന്നുള്ളത്. ഒരാൾ ദിഷണാശാലിയാണ്, ബുദ്ധിരാക്ഷസനാണ് എങ്കിൽ അവനക്ക് രണ്ട് കൽബുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അവരുടെ ഈ ഭാര്യമാരെ ഉമ്മമാരാക്കിയിട്ട് തങ്ങൾക്ക് വിലക്കൽ, ഭാര്യമാരെ ഉമ്മമാരാക്കൽ, അതൊരിക്കലും നടക്കാത്ത കേസല്ലേ. അതേപോലെ തന്നെ അദ്ഇയാഇനെ മക്കളാക്കിയിട്ട് മക്കൾക്കുള്ളതെല്ലാം അദ്ഇയാഇന് സ്ഥാപിക്കൽ, മക്കൾക്കുള്ളതായ അവകാശങ്ങളെ ഈ ദത്തുപുത്രർക്ക് സ്ഥാപിക്കൽ. ഈ മൂന്ന് കാര്യങ്ങൾ ദാലിക്കും അവർ പറഞ്ഞിരുന്നതിനെ കുറിച്ച് പറയാണ്. ഖൗലുക്കും ബി അഫ്വാഹിക്കും നിങ്ങളുടെ ഖൗലാണ്, ബി അഫ്വാഹിക്കും നിങ്ങളുടെ വായകൾ കൊണ്ടുള്ള. എന്താ പറഞ്ഞതിൻ്റെ പൊരുൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ല, ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇത് ജാഹിലിയത്തിൻ്റെ ഈ ഒരു വിഭാഗം ആളുകളുടെ ദുഷിച്ച സംസ്കൃതിയായിരുന്നു, സംസ്കാരമായിരുന്നു. അത് അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷിപ്താക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് യാതൊരു മാനിയില്ല. ഇത് തൊള്ളോണ്ടുള്ളൊരു ചെല്ലൽ മാത്രം, പറച്ചിൽ മാത്രം. അതിനൊരു യാഥാർത്ഥ്യമല്ല, അതിനൊരു അർത്ഥമല്ല. അതാണ് ലാ മാനാ ലഹു വലാ ഹഖീഖ. അർത്ഥമല്ല, യാഥാർത്ഥ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖൗലുക്കും എന്ന് പറഞ്ഞാൽ തന്നെ, ഖൗലെവിടെ? വാക്കാണെന്ന് പറഞ്ഞാൽ തന്നെ വാക്ക് എവിടുന്ന? വാക്ക് വായു കൊണ്ടല്ലേ. കൽബിന് വാക്കുണ്ട് കേട്ടോ. ചില പ്രവൃത്തികളെ കയ്യിലേക്കും ചേർത്തിട്ട് പറയും. കാല ബിയദിഹി കദ എന്ന് പറയാം. കാല ബിയദിഹി കദ എന്ന് പറഞ്ഞാൽ എന്താ? കൈകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. കാല എന്നാ പറയാം. ചില ഉദാഹരണങ്ങളുണ്ട്, പറയാം പിന്നീട് ഇൻഷാ അല്ലാഹ്. ഇവിടെ സാധാരണ കൗല എന്തുകൊണ്ടാ? കാല എന്നാ പറഞ്ഞു, തൊള്ളോണ്ടല്ലേ പറയാം. കൗലുക്കും എന്നിട്ട് പിന്നെ എന്തിനാ ബി അഫ്വാഹിക്കും എന്ന് പറഞ്ഞത്? അത് പറയാൻ കാരണം ഇത് നിങ്ങളുടെ തൊള്ളയിൽ നിക്ഷിപ്തമായിട്ടുള്ള വാക്കാണ്. ഇതിന് ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഒരു എന്തില്ല, ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇതിന് പുറം ലോകത്ത് നിങ്ങളുടെ വായ വിട്ട് പുറത്ത് ഇതിനൊരു യാഥാർത്ഥ്യമല്ല, അതിനൊരു സ്വാധീനമില്ല. അതറിയിക്കാനാണ്. നിങ്ങൾ പറയാണ് ഒരാൾക്ക് രണ്ട് കൽബുണ്ട്, നിങ്ങൾ പറയാണ് ഭാര്യ ഉമ്മയാണ്, നിങ്ങൾ പറയാണ് ദത്തുപുത്രൻ മകനാണ്. അത് നിങ്ങളുടെ ആ വർത്തമാനത്തിൽ പരിമിതമാണ്. ഇതൊന്നും ഉണ്ടാകുന്ന ഒരു വിഷയമല്ല. ദത്തുപുത്രൻ മകനാണെന്ന് പറഞ്ഞിട്ട് മകന് കൊടുക്കേണ്ടത് ദത്തുപുത്രന് കൊടുക്കുക എന്നുള്ള പരിപാടിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറയാമെന്ന് മാത്രം. അതാണ് അതിൻ്റെ ഈ ബിഅഫ്വാഹിക്കും എന്ന് പറഞ്ഞത്. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ എന്ന് പറഞ്ഞേ. എന്താ കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ? ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ എന്നാണ്. റബ്ബിർജിഊൻ എന്ന് പറയും മരിക്കാൻ സമയത്ത്. റബ്ബേ ദുനിയാവിലേക്ക് എന്നെ മടക്കുന്നു. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. മരണമാസന്നായിട്ടുണ്ടെങ്കിൽ പറയും റബ്ബേ ദുനിയാവിലേക്ക് മടക്ക്. ലഅല്ലി അമലു സാലിഹൻ,
ഞാൻ ദുനിയാവിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്തോളാം എന്ന് മരിക്കാൻ കിടക്കുന്ന ആളുകൾ പറയുമെന്നാണ്, അവിശ്വാസികൾ അല്ലെങ്കിൽ പാപികൾ പറയുന്നതാണ്. അപ്പം അള്ളാഹിനോട് അതിനോട് പ്രതികരിക്കാൻ നിൽക്കല്ല, ദുനിയാവിലേക്ക് മടക്കണ പ്രശ്നമല്ല. പിന്നെ ഈ പറഞ്ഞതോ റബ്ബിർജൂൻ എന്നെ മടക്ക് എന്ന് പറഞ്ഞതോ അതിനെക്കുറിച്ച് പറയാണ് ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. അത് ഒരു വാക്ക് അവനത് പറഞ്ഞു എന്ന് മാത്രം, അതിനൊരു സ്വീകാര്യതയില്ല. അതനുസരിച്ച് മടക്കണ പ്രശ്നമല്ല, അത് അവൻ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവനോടൊരു അനുകമ്പയില്ല. അതുപോലെയാണ് ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും, നിങ്ങളുടെ തൊള്ള കൊണ്ട് നിങ്ങൾ പറഞ്ഞൊരു വാക്ക് മാത്രമാണത്, അതിനൊരു അർത്ഥമല്ല, അതിനൊരു യാഥാർത്ഥ്യമല്ല. അതിൻ്റെ പേരിൽ ദത്തുപുത്രൻ മകനാണെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തടുക്കുന്ന ഒരു വിഷയമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നഖശിഖാന്തം ഈ ദുഷ്പ്രവണതകളെ, ഈ ജാഹിലിയത്തിനെ എതിർക്കാണ് ഇവിടെ ചെയ്യുന്നത്. ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും. അഫ്വാഹ് എന്ന് പറഞ്ഞെങ്കിൽ ഫം എന്നതിൻ്റെ ബഹുവചന, ഫം എന്ന് പറഞ്ഞാൽ വായ, ഫമുൻ, ഫം എന്ന് പറഞ്ഞാൽ തൊള്ളവായ, അതിൻ്റെ ബഹുവചനാണ് അഫ്വാഹ്. നമുക്കിതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പോകാം, അതിൻ്റെ ഹുക്കുമുകൾ പിന്നെ പറയാം. വല്ലാഹു യഖൂലുൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പറയുന്നു. വല്ലാഹു യഖൂൽ, അല്ലാഹു പറയുന്നു, അൽ ഹഖ, ഹക്കിനെ പറയുന്നു. അവിടെ ഹക്ക് എന്ന് പറഞ്ഞാൽ സിദ്ഖ്, അദിൽ, നീതി പറയുന്നു, വാസ്തവം പറയുന്നു, യഖീൻ പറയുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. വഹുവ യഹ്ദിസ്സബീൽ, വഹുവ അല്ലാഹു യഹ്ദിസ്സബീൽ. അസബീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകം സബീലാണ്, ഇസ്ലാമിക മാർഗം, നേർമാർഗം, അതാണ് ഉദ്ദേശം. ആ നേർമാർഗത്തിലേക്ക് അള്ളാഹു വഴി കാണിക്കുകയും ചെയ്യുന്നു. ഇനി ഉദൂഹും ലി ആബാഇഹിം എന്ന് പറഞ്ഞിട്ട് ദത്തുപുത്ര സമ്പ്രദായത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച അത് പറയുമ്പോൾ ഇന്നെ ഓർമ്മിപ്പിക്കണം, ഞാൻ ഇതിൻ്റെ വിഷയങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു. ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.